എന്നെക്കുറിച്ചും എൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ചും എൻ്റെ നേതാക്കന്മാരെക്കുറിച്ചും ഈ ചിന്താഗതി ഉള്ളിലിട്ടുകൊണ്ട് നടക്കുന്ന ആളിന് ഇനി ഞങ്ങളെ നേതാവിനെ കൊണ്ട് ട്രാൻസ്ഫറിന് ശുപാർശ വേണം പോലും പറയാൻ നാണം വേണ്ടേ? നാണം. ട്രാൻസ്ഫർ അത് ഒരു അബദ്ധം പറ്റിയാണ്. ഒരു തമാശ പറഞ്ഞതാണ് സാറേ. തമാശ നീ ഇങ്ങനത്തെ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു നേതാവ് ഇടപെടാത്ത കാര്യം. അത് തന്നെയാണ്. നേതാവ് ഇടപെടും, നിന്നെ പോലെ അണികളാണ് ഇടപെടാത്തത്. നേതാവ് ഇടപെട്ട് കാര്യം നടന്നു, ട്രാൻസ്ഫർ ശരിയായി. കണ്ണിഞ്ഞ് തള്ളി. കണ്ണിങ്ങിട്ട നീ ഇടപെടണ്ട. ആരാ പറഞ്ഞറിയാമോ? അപ്പക്കുട്ട സാർ വിളിച്ച് പറഞ്ഞു എല്ലാം ഓക്കെ. വിചാരിച്ചാ ഞാൻ ഇവിടെ നിന്ന് പെട്ടിയും മുടക്കൊക്കെ എടുത്തോണ്ട് പോകുമെന്ന് വിചാരിച്ചില്ലേ? കറക്റ്റ് ആ ഒരു ചമ്മൽ കണ്ട മുഖത്ത്. ഇനി ഒന്നുമില്ല വരാനത്. എടാ നീ എന്തൊക്കെയാടാ പറഞ്ഞത്? വിളിച്ചാൽ നീ പറഞ്ഞാൽ വിളിച്ചാ ഫോൺ എടുക്കൂലെന്ന് ഇനി. എടാ നിന്നേക്കാൾ ശക്തരായ ആൾക്കാർ ആ പാർട്ടിയിൽ ഉണ്ടാ. അവര് പറഞ്ഞ അപ്പക്കുട്ട സാറ് കേട്ടു. ഇനി നീ വിളിച്ച് തിരിച്ചു പറഞ്ഞാൽ പോലും ഒന്നും സംഭവിക്കില്ല. ഇതിപ്പോ ആരാണ് വിളിച്ച് പറഞ്ഞെന്ന് ആലോചിക്കുകയാണ്. അവൻ വളർത്തിയ ആളുകൾ തന്നെ. ആരെന്നറിയുമോ നടത്തിയത്? ദാ വരണം, ഈ റൂട്ടിലാണ് പിടിച്ചത്. യോ വിചാരിച്ച് പോലീസന്മാരൊക്കെ പറ്റാല്ല, ബുദ്ധിയില്ലാത്ത പേരതാ. അല്ല, അളിയൻ ചെറിയതായിട്ടൊന്ന് ചമ്മി ഇരിക്കുകയാണ്. എന്തിന്? 100 രൂപ ബിരിയാണിയിൽ തീർന്ന സംഭവം. എൻ്റെ അടിയിലൊരു മുട്ടയുണ്ട്. അത് തുറന്നു ചെല്ലുമ്പോൾ കിട്ടും. കുറച്ച് വെള്ളം കൂടെ കുഴി. അല്ല, വെള്ളം കുടിക്കണം. ബിരിയാണി തൊണ്ടേ കുഴിഞ്ഞ ആള് ചാവും. ചത്ത കോഴിയല്ലേ ഇത് കിടക്കുന്നത്, അങ്ങ് ഇറങ്ങിപ്പോക്കോളും. സത്യം പറ, ഇത് ഈ റോഡ് സൈഡിൽ കുട നൂത്തി വെച്ചിട്ട് വയ്ക്കുന്ന 60 രൂപ ബിരിയാണിയല്ലേ? ഇത് ജാഫർ ഹോട്ടലിൽ നിന്ന് മേടിച്ച അവിടുത്തെ ഫേമസ് ബിരിയാണി. ആണ്. ആ, അവരോട് പറയണേ, ആ പീസ് എടുത്ത് കഴിച്ചു വയ്ക്കണം. ഇന്നത്തെ പീസ് വളരെ കുറവാണ്. ഇനി മേടിക്കുമ്പോൾ കൂടിയത് പീസുള്ള മേടിക്കണം കേട്ടോ. 60 രൂപ ബിരിയാണിയാണെന്ന് മനസ്സിലായി കളഞ്ഞു. ഇല്ല, കാര്യത്തിലോട്ട് വാ. തുറന്നു. മൂന്ന് കുപ്പി വെള്ളമായി. ക്ലീറ്റോ മച്ചമ്പി ഈ കേസിനകത്ത് ഉടക്കി നിൽക്കുന്നിടത്തോളം കാലം ഇത് നടക്കാൻ വലിയ പാടാം. നിരാശപ്പെടണ്ട, വേറെ മാർഗമുണ്ട്. ഈ അപ്പുക്കുട്ടൻ സാറിന് ക്ലീറ്റോ മച്ചമ്പിയെ പോലെ തന്നെ പാർട്ടി പ്രിയപ്പെട്ട ഒരാളുണ്ട്, കല്ലാമം സതീശൻ. പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ സാറ് കേൾക്കും. കാര്യം ക്ലീറ്റോ മച്ചമ്പി ഈ കല്ലാമ സതീശൻ 2 ഗ്രൂപ്പാണ്, കോഴി മാംസവും മുട്ടയും പോലെ. ഒരു കാര്യം ചെയ്യും, ഈ കല്ലാമ സുരേഷിനൊന്ന് വിളിക്കും. ഞാനും അതിലോട്ട് ആ രീതിയിലുള്ളൊരു ബന്ധമില്ല. അത് മാത്രമല്ല, ഈ ക്ലാസ്സിനകത്ത് ഞാൻ ബന്ധപ്പെടാൻ പറ്റത്തില്ല. ക്ലീറ്റോ മച്ചമ്പയുടെ അനിയനല്ലേ ഞാൻ. കല്ലാമത്തിൻ്റെ കൈയെടുക്കാൻ പറ്റിയ ഒരാളുണ്ട്, പവിഴപ്പിറ്റു വിജു. കല്ലാമ സതീശൻ്റെ വലം കൈ. അവനെ പിടിച്ചാൽ കല്ലാമത്തിൻ്റെ കയ്യിലെടുക്കാം. അയാളെ വിളി, അയാൾക്കും കൂടെ ഒരു ബിരിയാണി നമുക്ക് മേടിച്ചു കൊടുക്കാം. പവിഴപ്പറ്റിട്ട് അങ്ങനെ ബിരിയാണി എടുത്ത് ഭക്ഷണമാക്കേണ്ട കാര്യമില്ല, അത് ഞാൻ കഴിച്ചോളാം. ഈ ഫോണെടുത്ത എന്ത് ഫേസ് ലോക്കാ? പപ്പിടം, ബിജു, ഞാനാ റൊണാൾഡോ. പിന്നെ ചെറിയൊരു ഗുണമുള്ള കാര്യം പറയാൻ വിളിച്ചതാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരു സാറുണ്ട്. ആ സാറിന് ചെറിയൊരു ആവശ്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയും, പുള്ളിയുടെ ഫോണിൽ നിന്ന് വിളിക്കും. അപ്പോൾ അതെന്തുവാന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുത്തിട്ട് ജയിപ്പിക്കാം. അത് കോളായതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ കേട്ടോ. ശരി. എന്തു പറഞ്ഞു? അവൻ കാര്യം ഏറ്റിട്ടുണ്ട്. സാറിൻ്റെ ഫോണുണ്ടോ? എൻ്റെ ഫോൺ ഉണ്ട്. സാറിൻ്റെ ഫോണോട് എന്നിട്ട് ഈ പറയുന്ന നമ്പർ ഓൾറെഡി നാണ്ട കിടക്കുന്നു, പവിഴപ്പെട്ട് ബിജു. പുള്ളി ആളെങ്ങനെയാണ്? പുള്ളി ആളൊരു നീർക്കോലിയാ. കടിച്ച അത്താഴം മുടക്കാനുള്ള വിഷം അവൻ്റെ കയ്യിലുണ്ട്. അതുണ്ടെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞു. ഹലോ, പവിഴപ്പറ്റ സാറല്ലേ? സോറി, ബിജു സാറല്ലേ? സാറേ, ഞാൻ പൂജപ്പുര സ്റ്റേഷനിലെ പോലീസുകാരനാണ്. രണ്ട് കോഴിക്കാലിലും ഒരു ബിരിയാണിക്ക് വേണ്ടി എന്നെ ഒറ്റ കൊടുത്ത നയവഞ്ചക വെച്ചിട്ടുണ്ടോ നിനക്ക്?
മച്ചമ്പി പുള്ളിയുടെ ഡേ ഡേ വിഷമിക്കണ്ട. ഈ വിഷമം മാറാൻ വേണ്ടി ഞാൻ ഒരു മട്ടൻ ബിരിയാണി മേടിച്ച് തന്നാലാ. വാ.